ഇതിനകത്ത് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ, ഒരു കൺസേൺ പ്രകടിപ്പിച്ചാൽ അവരുമായിട്ട് അത് ചർച്ച ചെയ്തത് പരിഹാരം ഉണ്ടാക്കണം, അവരുമായിട്ട് അത് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട. ഞാൻ പറയില്ല, നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ, വ്യത്യസ്തമായ ഭാഷ, സംസ്കാരം ഒക്കെ ഉള്ള രാജ്യമാണ്. ആ വ്യത്യസ്തതയാണ്, ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത, അല്ലേ? ഇപ്പോൾ പർദ്ദയിട്ട് നടക്കുന്നവരുണ്ട്, ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ? എല്ലാവരോടും പർദ്ദ ധരിച്ച് നടക്കാൻ പറ്റുക? അപ്പോൾ അത് ഓരോരുത്തരുടെയാണ്. അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതൊന്നൊരു വിവാദമാക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തികൾ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പം ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. നമ്മളപ്പം തന്നെ അത്രയൊരു പരാതി വന്നു, ഒരു കൺസേൺ വന്നു, അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു, അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെൻറ്റിന് ഈസി ആയിട്ട് പറ്റും, അല്ലേ? അത് ചെയ്താൽ മതി, നമുക്ക് പരിഹാരം ഉണ്ടാക്കി അത് പോയാൽ മതി. അതോടൊപ്പം തന്നെയാണ് ഈ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നായകനായ ഒരു സിനിമയ്ക്ക് അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയം പോലെ തന്നെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇനി പേരിടുമ്പോൾ ആരെയും പേരിടാൻ പാടില്ല. ജാനകി പാടില്ല, മംഗലശ്ശേരി നീലകണ്ഠൻ പാടില്ല. അതെല്ലാം ഓരോ ദൈവങ്ങളുടെ പേരാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ്, ശ്രീ മോഹൻലാലിൻ്റെ. അപ്പോൾ നീലകണ്ഠനെയൊക്കെ ഇനി എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ രണ്ടാമത് ഇനി സെൻസർ ബോർഡ് പറയുമോ നീലകണ്ഠനെ മാറ്റിയിട്ട്? നീലകണ്ഠൻ എന്ന് പറയുന്ന മഹാദേവന്റെ പേരാണ്, പരമശിവന്റെ ശ്രീ പരമേശ്വരന്റെ പേരാണ്. അതുപോലെ ജാനകി എന്നുള്ള പേര് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ എത്രയോ സിനിമയിൽ. അപ്പം എത്രമാത്രം തരം താണിരിക്കുന്നു ഡൽഹിയിലിരിക്കുന്നവരെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സിനിമയിൽ പോലും എല്ലാത്തിലും കൈയടത്താണ്. അധികാരത്തിൻ്റെ ഇത് കൈയടത്താണ്. ഒരു കാരണവശാലും ഞങ്ങൾ അവരുടെ കൂടെയാണ്, പൂർണ്ണമായും അവരുടെ കൂടെയാണ്. ഞാനിത് അദ്ദേഹത്തെ വിവാദപ്പെടുന്നില്ല. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും കേന്ദ്രത്തിലെ സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർ, ഇതുപോലത്തെ ആളുകളാണ് സെൻസർ ബോർഡിൽ പിടിച്ചു വച്ചിരിക്കുന്നത്. ജാനകി എന്നുള്ള പേര് മാറ്റിയാലേ ആ പടത്തിന് റിലീസ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ പേരാണ് ജാനകി എന്നുള്ള പേര്. എത്ര മനോഹരമായ ഒരു പേരാണ് പേര് ജാനകി എന്നുള്ള പേര്. ആ പേര് സീതാദേവിയുടെ പേരായതുകൊണ്ട് അത് സിനിമയ്ക്കേ പാടില്ല. അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ, നമ്മൾ ഓരോ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മലയാളത്തിലും മറ്റു ഭാഷകളിൽ ഇറങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങൾക്കൊക്കെ ദൈവവുമായി സാമ്യമുള്ള ഒരുപാട് ബന്ധമുള്ള പേരുകളുണ്ട്. ഇനിയിപ്പോൾ പത്രോസ് എന്നുള്ള പേരിടാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പുണ്യാളനല്ലേ, അല്ലേ? ഒരു പേരിടാൻ പറ്റില്ലല്ലോ. എല്ലാം നമ്മുടെ സിനിമയിൽ ഒക്കെയുള്ള പേരും നമ്മുടെ നോവലുകളിൽ, ഇനിയിപ്പോൾ അടുത്ത സംഭവം വരാൻ പോണ നോവലുകളിലൊന്നും പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വരും. ഇത് ഇന്ത്യയെ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്? ഞങ്ങൾ അവരുടെ കൂടെയാണ്. അല്ലെന്നേ, അത് അവരുടെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു. പലതരത്തിലുള്ള വ്യത്യസ്ത, അത് അവരോടൊന്ന് സംസാരിക്കുന്നേ, അവരുമായിട്ട് സംസാരിക്കുക. അവർക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. വേഷവിധാനം കൊണ്ട് അത് ചെയ്യാൻ നമ്മളെന്തിനാ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്? അല്ലല്ല, ഞാൻ ചെയ്യട്ടെ, നിങ്ങളെല്ലാവരും സൂംബ ഡാൻസ് ചെയ്യണം, ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യട്ടെ, നിങ്ങളെല്ലാവരും സൂംബ ഡാൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ MLA-മാർ 140 MLA-മാരും രാവിലെ വ്യായാമത്തിൻ്റെ ഭാഗമായി സൂംബ ഡാൻസ് ചെയ്യണം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ? നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാ ജീവനക്കാരും നിങ്ങളുടെ മാനേജ്മെൻറ്റും രാവിലെ നോട്ടീസ് തരുവാണ്, എല്ലാവരും രാവിലെ സൂംബ ഡാൻസ് ചെയ്തിട്ട് കൂടെ കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ടെന്നേ. അത്രയും നിർബന്ധങ്ങൾ വേണ്ട. ഞാനിതിനെതിരൊന്നുമല്ല. കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നതിനൊന്നും ഞാൻ എതിരായിട്ടുള്ള ആളൊന്നുമല്ല. കുട്ടികൾ ചെയ്യട്ടെ, അതല്ല പ്രശ്നം. അതൊന്നും അടിച്ചേൽപ്പിച്ച് നമ്മളെ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒന്നും ഇട്ട് കൊടുക്കണ്ട, ആർക്കും ഇട്ട് കൊടുക്കരുത്, നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത്. ഇത് ആളി കത്തിക്കാൻ വേണ്ടി ഒന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ബുദ്ധിപൂർവ്വമാണ്, കൗശലത്തോടു കൂടിയാണ്. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതും കൂടിയുണ്ട്.